നമസ്കാരം. എത്ര പെട്ടെന്നാണ് നമ്മുടെ മുഖ്യമന്ത്രി തെന്നിന്ത്യൻ പ്രധാനമന്ത്രിയായി മാറിയത്. ഐശ്വര്യമുള്ള ചിലർ വരുമ്പോൾ ഐശ്വര്യമുള്ള കാര്യങ്ങളും സംഭവിക്കും. സ്റ്റേലിംഗ് കമന്ററി ആരംഭിക്കുന്നു. എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്, നമ്മുടെ നാട്ടിലെ ചിലർക്ക് എന്തുകൊണ്ടാണ്, പ്രത്യേകിച്ച് സാമ്പത്തിക ശാസ്ത്രത്തിൽ എന്തുകൊണ്ടാണ് നൊബേൽ സമ്മാനം ഇതുവരെയും കിട്ടാതെ പോയത്. കാരണം എന്താണ്, അവർ വളരെ നമ്മുടെ സംസ്ഥാനത്തെക്കുറിച്ച് വളരെ കൺസേൺ ആണ്. ഖജനാവിനെ കുറിച്ച് ഒരു പൈസ പോലും അനാവശ്യമായി ചെലവഴിക്കാൻ പാടില്ല, വ്യാജ പദ്ധതികളിലൊന്നും പൈസ മുടക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളോടൊപ്പം 30 വർഷം ഞങ്ങളോടൊപ്പം ഫൈറ്റ് ചെയ്ത ആളുകളുണ്ട്. എന്താണ്, പ്രോജക്റ്റ് നഷ്ടമാണ്, നമ്മുടെ തുറമുഖം നഷ്ടക്കച്ചവടമാണ്, എന്താണ് ആക്രി, തുരുമ്പ്, ഒരൊറ്റ കപ്പൽ പോലും വരില്ല, ഇടുന്ന പൈസ മുഴുവൻ നഷ്ടമാണ്, ഒരു കാലത്തും ഈ പ്രോജക്റ്റ് വയബിൾ ആവില്ല. ശരിക്കും അങ്ങനെ പറയുന്നവരെ നമ്മൾ പത്മശ്രീയോ പത്മവിഭൂഷൺ, ഇപ്പോഴത്തെ കേരളശ്രീ അതൊക്കെ നൽകി ആദരിച്ച് വീടുകളിൽ ഇരുത്തേണ്ടവരാണ്. നൊബേൽ പ്രൈസുകാർ ഇതൊക്കെ അന്വേഷിക്കണം. ഇത്രയും രാജ്യസ്നേഹമുള്ള ഒരു പൈസ പോലും ചെലവഴിക്കുന്നതിൽ ജാഗ്രത കാണിക്കുന്ന കേരളത്തിലെ സോകോൾഡ് സാമ്പത്തിക വിദഗ്ധർ കാണുന്നുണ്ടോ? അദാനി പോട്ടെ, അദാനി ഇന്ത്യയിലെ കുത്തക മുതലാളി, ഗുജറാത്തിൽ നിന്ന് വന്നിരിക്കുന്ന ഒരു മാർവാടി, അല്ലെങ്കിൽ അതുപോലുള്ള ഒരു വ്യാജ ഇൻവെസ്റ്റർ. യൂറോപ്പ് സായിപ്പ് ഈ തുറമുഖത്തിന്റെ ഇൻവെസ്റ്റ്മെന്റിലെ 49% ഓഹരി എടുക്കാൻ തീരുമാനിച്ചു. മൂല്യം എത്രയാണ്? ഈ പ്രോജക്ടിന്റെ ഇപ്പോഴത്തെ മൂല്യം 27,000 കോടി രൂപ. ഒരു വർഷം, 1.5 വർഷം, 2 വർഷം ആകണമെങ്കിൽ ഇനിയും 11 ദിവസം, ജൂലൈ 11-നാണ് ആദ്യത്തെ കപ്പലെടുത്തത്. പിന്നെ അപ്പൊ 2 വർഷം പോലും ആകാത്ത ഒരു പ്രൊജക്ടിന്റെ മൂല്യം 27,000 കോടി രൂപയായി വർദ്ധിച്ചു. ആകെ $2.85 ബില്യൺ, അതായത് 27,000 കോടി രൂപ മൂല്യമുള്ള പദ്ധതിയിൽ ടെർമിനൽ ഇൻവെസ്റ്റ്മെന്റ് ലിമിറ്റഡ് നിക്ഷേപിക്കുന്നത് $1.397 ബില്യൺ ആണ്, ഏതാണ്ട് 13,000 കോടി രൂപ. സായിപ്പുമാർ മണ്ടത്തരം കാണിക്കില്ലല്ലോ. ഇവിടെ ഇരിക്കുന്നവരൊക്കെ, ഞങ്ങളെപ്പോലുള്ളവരൊക്കെ മണ്ടന്മാരാണ്, ഞങ്ങളെപ്പോലുള്ളവർ ഈ തറവാടിനെ മുടിപ്പിക്കാൻ ജനിച്ചതാണ്, കേരളത്തെ കുത്തുപാള എടുപ്പിക്കാൻ വേണ്ടി പിറന്നവരാണ് എന്നൊക്കെയുള്ള ആക്ഷേപങ്ങൾ നിരവധി കേട്ടിട്ടുണ്ട്. അങ്ങനെയുള്ള പ്രൊജക്റ്റിൽ സായിപ്പ് 13,000 കോടി രൂപ ഇൻവെസ്റ്റ് ചെയ്യുന്നു. പ്രോജക്റ്റിന്റെ മൂല്യം 27,000 കോടി രൂപയായി രേഖപ്പെടുത്തപ്പെട്ടു കഴിഞ്ഞു. അപ്പൊ നിങ്ങൾ എന്താണ് ഇത്രയും കാലവും വിളിച്ചു പറഞ്ഞതെന്ന് നിങ്ങൾക്ക് സ്വയം വിമർശനവുമില്ല. അതുകൊണ്ട് നിങ്ങളെ ഞങ്ങൾ കാര്യമാക്കുന്നില്ല. നമ്മുടെ മുഖ്യമന്ത്രി തെന്നിന്ത്യയുടെ പ്രധാനമന്ത്രി എന്നുള്ള നിലയ്ക്ക് രാജ്യത്തെ പ്രധാനമന്ത്രിയെ അടിയന്തരമായി കാണണം. കാരണം ബാക്കി പണിയെല്ലാം ഇനി MSCയും അദാനി ചെയ്തോളും. 2000 മീറ്ററും 4 കിലോമീറ്ററും ഒക്കെ അവർ ഓക്യുപ്പൈ ചെയ്യും. അതിന്റെ കണക്ക് ഇത് എങ്ങനെ അവർ ഓക്യുപ്പൈ ചെയ്യും എന്നുള്ളതാണ് അതിശയം. 800 മീറ്ററിൽ 13 ലക്ഷം. ആ കണക്ക് വെച്ച് പെരുക്ക കണക്ക് നോക്കിയാൽ 1600 മീറ്റർ ആകുമ്പോൾ അത് 26 ലക്ഷം. 2000 മീറ്റർ ആകുമ്പോൾ എങ്ങനെ നോക്കിയാലും അതൊരു 32.5 ലക്ഷമാണ്. ഇന്നത്തെ കണക്ക് വെച്ചിട്ട് 32.5 ലക്ഷമാണ് വരേണ്ടത്. പക്ഷെ അവര് 57 ലക്ഷം കൈകാര്യം ചെയ്യുമെന്ന് പറയുമ്പോൾ നമുക്കിനി അവിടെ ഒരു ജോലിയുമില്ല. പോർട്ടിനകത്തുള്ള പണി മുഴുവൻ അവര് ചെയ്യുമെന്ന്, 2 കൂട്ടരും കൂടി ചെയ്യുമെന്ന്. MSC ആരാണ്? ലോകത്തിലെ നമ്പർ 1. അവര് രണ്ടുപേരും കൂടി ഈ 57 ലക്ഷമോ 60 ലക്ഷമോ ഒക്കെ തികയ്ക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയത്തിനും കഴിഞ്ഞ 2 വർഷത്തെ പെർഫോമൻസിന്റെ അടിസ്ഥാനത്തിൽ, വെറുതെ അല്ലല്ലോ പറയുന്നത്, കഴിഞ്ഞ 2 വർഷത്തെ പെർഫോമൻസിന്റെ അടിസ്ഥാനത്തിൽ അവർക്ക് ധൈര്യമായി 13,000 കോടി രൂപ നിക്ഷേപിക്കുവാൻ തോന്നുന്നു എങ്കിൽ ഈ പ്രോജക്റ്റിന്റെ വയബിലിറ്റി ഇനി ആരെങ്കിലും സംശയം രേഖപ്പെടുത്തണം. ചിലര് തലയിൽ മുണ്ടിട്ടൊക്കെ നടക്കേണ്ട ചില ആളുകളുണ്ട്. ഞാൻ ആരുടെയും പേര് പറയുന്നില്ല. ഒരു കപ്പൽ പോലും വരില്ല, ഒരു കാലത്തും ഇത് വയബിൾ ആവില്ല എന്നൊക്കെ പറഞ്ഞവരുടെ പേരുകൾ പ്രേക്ഷകർക്ക് ഇപ്പോൾ ഓർമ്മ വരുന്നുണ്ടെങ്കിൽ അവരെയൊക്കെ ഒന്ന് വിളിച്ച് കാണിച്ചു കൊടുക്കുക. ഈ തന്ത്രപ്രധാന സഹകരണം
അതിനു മുമ്പ് പ്രധാനമന്ത്രിയെ പോയി കാണണം. നമ്മുടെ തെന്നിന്ത്യൻ പ്രധാനമന്ത്രി രാജ്യത്തെ പ്രധാനമന്ത്രിയെ പോയി കാണണം. ഞാൻ തെന്നിന്ത്യൻ പ്രധാനമന്ത്രി എന്ന് ആവർത്തിച്ചു പറയുന്നത് 57 ലക്ഷം കണ്ടെയ്നർ വരേണ്ടതും പോകേണ്ടതും പ്രധാനമായിട്ടും ആന്ധ്ര, തെലങ്കാന, കർണാടക, തമിഴ്നാട്, പോണ്ടിച്ചേരി, ഗോവ തുടങ്ങിയ തെന്നിന്ത്യൻ ബെൽറ്റിൽ നിന്നാണ്. അതിന്റെ അധിപൻ എന്നുള്ള നിലയ്ക്ക് നമ്മുടെ മുഖ്യമന്ത്രിക്ക് വളരെ പെട്ടെന്ന് ഹി ഹാസ് ബീൻ എലവേറ്റഡ് ടു തെന്നിന്ത്യൻ പ്രധാനമന്ത്രി. അങ്ങനെയുള്ള ഒരു ലെവലിൽ വളരെ പെട്ടെന്ന് എത്തിയ ശ്രീ വി ഡി സതീശൻ അടിയന്തരമായി പ്രധാനമന്ത്രിയെ കണ്ട് യൂറോപ്യൻ കമ്പനി, ലോകത്തിലെ ഏറ്റവും വലിയ കമ്പനി 13,000 കോടി രൂപ നമ്മുടെ പ്രൊജക്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചു. അത് എന്താണ് പറയുന്നത്? തുറമുഖ ഇൻഫ്രാസ്ട്രക്ചർ മേഖലയിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ നിക്ഷേപം. അങ്ങനെ തീരുമാനിച്ച വിവരം അദ്ദേഹത്തിന്റെ മുമ്പാകെ അക്രോസ് ദ ടേബിൾ വിലയിരുത്തി പറയണം. ഞങ്ങൾക്ക് ലാൻഡ് സൈഡിലും ഇനി കടലിലും ഇന്ന് അദാനി ഗ്രൂപ്പിന് കൊടുത്തിരിക്കുന്ന പ്രോപ്പർട്ടിക്ക് പുറമെ കടലിൽ നടത്തേണ്ട നിക്ഷേപവും വികസന പദ്ധതികളും അതിന്റെ ബ്ലൂ പ്രിന്റും ഒക്കെ വെച്ചുകൊണ്ട് അദ്ദേഹവുമായിട്ട് ചർച്ച ചെയ്യണം. കാരണം എന്താണ്? ഈ 57 ലക്ഷം കണ്ടെയ്നറിലൂടെ ഒരു കണ്ടെയ്നറിന് $300 ഇനത്തിലാണ് ലാഭപ്പെടുത്തി കൊടുക്കുന്നത്. നമ്മുടെ തുറമുഖം കേരളം ഇന്ത്യക്ക് ലാഭപ്പെടുത്തി കൊടുക്കുന്നതിന്റെ വളരെ ലളിത സമവാക്യമാണ് ഈ പറയുന്നത്. 57 ലക്ഷം ഇൻറ്റു $300 എത്ര കോടിയാണെന്ന് ഓരോരുത്തരും കണക്കൂട്ടിയെടുക്കുക. ഇത്രയും ലാഭപ്പെടുത്തി കൊടുക്കുന്ന ഒരു തുറമുഖത്തിന് കേന്ദ്രത്തിന്റെ വകയായി നടത്തേണ്ട നിക്ഷേപം എന്താണ്? നൽകേണ്ട ആനുകൂല്യങ്ങൾ എന്താണ്? ഇൻഫ്രാസ്ട്രക്ചർ രംഗത്തും റെയിൽവേയിലും റോഡ് നെറ്റ്വർക്കിലും സ്പെഷ്യൽ ഇക്കണോമിക് സോണിലും നൽകേണ്ട പരിഗണനകൾ എന്താണ്? ബങ്കറിങ്ങിനും അതുപോലുള്ള കാര്യങ്ങൾക്ക് വേണ്ടി വരുന്ന ഇൻവെസ്റ്റ്മെന്റ് എന്താണ്? കടലിൽ നടത്തേണ്ട ഇൻവെസ്റ്റ്മെന്റ് എന്താണ്? ഇതിലൊക്കെ കേന്ദ്രത്തിന്റെ വർദ്ധിച്ച പങ്കാളിത്തം ഏതൊക്കെ ലെവലിൽ എത്രത്തോളം വരണം എന്നുള്ള തരത്തിലുള്ള ഒരു ചർച്ച അടിയന്തരമായി നീതി ആയോഗും പ്രധാനമന്ത്രിയുമായി ശ്രീ വി ഡി സതീശൻ നടത്താൻ സമയം അതിക്രമിച്ചിരിക്കുന്നു എന്നാണ് സ്റ്റേറ്റിംഗ് കമ്മിറ്റിയുടെ വിലയിരുത്തൽ. വെറുതെ MSC വന്നിങ്ങനെ ഒരു വാഗ്ദാനം നൽകുന്നു എന്ന് നമ്മൾ അങ്ങ് വിശ്വസിക്കേണ്ട. അവരുടെ പശ്ചാത്തലം എന്താണ്? അതിന്റെ ഏറ്റവും ഒടുവിലത്തെ കണക്കും ഈ കരാറിന്റെ ഭാഗമായിട്ട് അവർ പറയുന്നുണ്ട്. MSC ഗ്രൂപ്പിന്റെ ഭാഗമായ TIL ടെർമിനൽ ഇൻവെസ്റ്റ്മെന്റ് ലിമിറ്റഡ് ലോകത്തിലെ ഏറ്റവും വലിയ കണ്ടെയ്നർ ടെർമിനൽ ഓപ്പറേറ്റർമാരിൽ ഒന്നാണ്. ലോകത്തിലെയാണ്, ഇന്ത്യയല്ല. പ്രധാനപ്പെട്ട അടിവരയിട്ട് ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഓപ്പറേറ്റർമാരിൽ ഒന്നാണ് TIL. മറ്റത് കപ്പൽ ഓപ്പറേറ്ററാണ്. ഇത് ടെർമിനൽ ഓപ്പറേറ്റർ. ഏറ്റവും കൂടുതൽ ടെർമിനൽ ഓപ്പറേറ്റ് ചെയ്യുന്നവരിൽ ഒരാളാണ് TIL. MSC അല്ല, TIL. TIL എന്ന് പറയുന്നത് MSCയുടെ ഓഫ്ഷൂട്ട് സഹോദര സ്ഥാപനം. 5 ഭൂഖണ്ഡങ്ങളിലായി, ഇനി അതിന്റെ വിശദാംശം, 5 ഭൂഖണ്ഡങ്ങളിലായി 100-ലധികം കണ്ടെയ്നർ ടെർമിനലുകൾ. നമ്മളെപ്പോലെയും നമ്മളെക്കാൾ വലിയ 100 ടെർമിനലുകളാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത് TIL. വർഷം തോറും 70 ലക്ഷത്തിലധികം, 7 കോടിയിലധികം TEU ചരക്ക് നീക്കശേഷിയും TIL-നുണ്ട്. ഇത് രണ്ടും പോരെ. വെടിഞ്ഞം 101% 2028 ഈ ടെർമിനൽ ബർത്തുകളും MSCക്ക് അല്ലാതെ വേറെ ആർക്കും കൊടുക്കാൻ പറ്റത്തില്ല. 2000 മീറ്ററും ഓക്യുപ്പൈ ചെയ്ത് കഴിഞ്ഞ്, നമ്മുടെ ഇലക്ഷൻ സമയത്ത് എഴുതൂല്ലേ ബുക്ഡ്, ചുവര് ബുക്ഡ് എന്ന് എഴുതുന്നത് പോലെ 2000 മീറ്ററും MSC തന്നെ ബുക്ക് ചെയ്തു. അതുകൊണ്ട് അടിയന്തരമായി നമുക്ക് എല്ലാ ഓപ്പറേറ്റേഴ്സും വേണം. നമുക്ക് മാസ്കും വേണം, എവർഗ്രീനും വേണം, സിമ്മും വേണം, ഹപാക് ലോയിഡും വേണം, തുടങ്ങി കോസ്കോയും വേണം. ലോകത്തിലെ എല്ലാ വമ്പൻ കപ്പൽ കമ്പനികളും നമുക്ക് ആവശ്യമുള്ളതിനാൽ അടിയന്തരമായി ട്രിവാൻഡ്രം ഓഫ്ഷോർ പോർട്ട് പ്രൊജക്ടിനെ കുറിച്ച് പ്രധാനമന്ത്രിയെ നമ്മുടെ മുഖ്യമന്ത്രി നേരിൽ കണ്ട് എക്സ്പാൻഷൻ പ്രൊജക്ട് കടലിലും ലാൻഡ് സൈഡിൽ 150 രൂപ പോലും എടുക്കാൻ പാങ്ങില്ലാത്ത മലയാളികൾ ഇന്ന് ജീവിക്കുന്ന ലാൻഡ് സൈഡിൽ അവർക്ക് മാന്യമായി ജീവിക്കുവാനുള്ള വരുമാനം നൽകാനും മുഖ്യമന്ത്രിക്ക് ബാധ്യതയുണ്ട്. അതുകൊണ്ട് അതെങ്ങനെ വേണം എന്നുള്ള ഒരു വലിയ മാസ്റ്റർ പ്ലാൻ, ഒരു ബിഗ് ക്യാൻവാസ്, നാളിതുവരെ ഇല്ലാത്ത ഒരു ബിഗ് ക്യാൻവാസ് വരച്ച് പ്രധാനമന്ത്രിയുമായി ചർച്ച ചെയ്യണമെന്ന് ഞങ്ങൾ അദ്ദേഹത്തോട് അഭ്യർത്ഥിക്കുകയാണ്.